Fifth question. Change the independent variable to theta in the equation d square y by dx square plus 2x divided by 1 plus x square dy by dx plus y divided by 1 plus x square the whole square equal to 0. Change the independent variable to theta in the equation d square y by dx square plus 2x by 1 plus x square dy by dx plus y divided by 1 plus x square the whole square equal to 0. By means of the transformation, x is equal to tan theta. അപ്പം നമുക്ക് തന്നേക്കുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ദിസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇതെല്ലാം വൈയും എക്സിൻ്റെയും ടേംസിലാണ്. നമ്മൾ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് തീറ്റ ആക്കി മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഫോർമുല ഇൻ ടേംസ് ഓഫ് തീറ്റ ആക്കുവാണെങ്കിൽ അത് ഡി വൈ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് അല്ലേ വരുന്നത്. കാരണം നമ്മൾ ഈ ഡി തീറ്റയും കൂടെ ക്യാൻസൽ ചെയ്താൽ പിന്നെ ഡി വൈ ബൈ ഡി എക്സ്. അപ്പം ഡി വൈ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് എന്നാണ് വരുന്നത്. അപ്പം ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ഇൻ ടേംസ് ഓഫ് ഇത്. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റയായ അതുകൊണ്ട് ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് 6 സ്ക്വയർ തീറ്റ അല്ലേ. ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഇവിടെ എഴുതിയത് മാറിപ്പോയതാണ്. ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. അപ്പം ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് 6 സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ therefore dy by dx is equal to dy by dx is equal to dy by d theta divided by dx by d theta divided by 6 square theta. അപ്പോൾ അത് 1 by 6 square theta dy by d theta അതെന്ന് പറയുന്നത് എന്താ? cos square theta dy by d theta എന്ന് വരും. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. ഇനി നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അതെന്ന് പറയുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പം നമുക്ക് ഇതിനെ ഡി ബൈ ഡി എക്സ് ചെയ്തതാണ്. അപ്പം അതിനെ നമ്മൾ എടുക്കുമ്പം ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സ്റ്റെപ്പ് ചെയ്താൽ മതി, തെറ്റാതിരുന്നോളും. കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ ഡി തീറ്റയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ എന്ന് വരും. ഇനി നമ്മൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ഡി തീറ്റ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് അതുപോലെ തന്നെ നിർത്തി ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഡി ബൈ ഡി തീറ്റ ഓഫ് ദിസ് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് എഴുതിയാൽ മതിയല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് ഇവിടെ ഇത് അപ്ലൈ ചെയ്യുക. കോസ് സ്ക്വയർ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പം കോസ് സ്ക്വയർ തീറ്റയുടെ ഡെറിവേറ്റീവ് 2 കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ. പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഡി ബൈ ഡി തീറ്റ ഓഫ് ദിസ് ആണ്. അപ്പം 2 കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. ഇനി സെക്കൻഡ് ഫംഗ്ഷന് ഡി വൈ ബൈ ഡി തീറ്റ. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് അടുത്തത് എന്താ വന്നേക്കുന്നത്? കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് വരും. ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് വരും.
So this is equal to minus 2 cos theta sin theta d theta by dx dy by d theta by dx അകത്തോട്ട് കയറ്റി പ്ലസ് cos square theta into d theta by dx into d square y by d theta square എന്ന് വരും. ഇനി ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് സിക്സ് സ്ക്വയർ തീറ്റ. അപ്പം ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ അതിന് റെസിപ്രോക്കൽ അല്ലേ ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുമ്പം അത് മൈനസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ ബൈ 1 ബൈ സിക്സ് സ്ക്വയർ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ബൈ സിക്സ് സ്ക്വയർ തീറ്റ ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ മൈനസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ cos square theta dy by d theta plus cos square theta d square y by d theta square എന്ന് വരും. സോ ഇതെന്ന് പറയുന്നത് എന്താ മൈനസ് 2 സൈൻ തീറ്റ കോസ് ക്യൂബ് തീറ്റ മൈനസ് 2 കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ dy by d theta പ്ലസ് cos raised to 4 theta d square y by d theta square എന്ന് പറയും. അപ്പം നമുക്ക് dy by dxും d square അപ്പോൾ ഇതിനെ നമ്മൾ ക്യാപിറ്റൽ എ എന്ന് വിളിച്ചാൽ ഈ ഇക്വേഷൻ്റെ അകത്ത് d square y by dx സ്ക്വയറും dy by dxും ഇൻ ടേംസ് ഓഫ് തീറ്റ നമുക്ക് കിട്ടി. ഇനി എക്സ് എന്ന് പറയുന്നത് ടാൻ തീറ്റ എന്നും അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഇൻ ടേംസ് ഓഫ് തീറ്റ ആയിട്ട് മാറും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇതിനെ ഡി വൈ ബൈ ഡി എക്സിനെ 2 ഇതിനെ 3 എന്ന് എടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ എ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറാണ്. മൈനസ് 2 കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ. ഇത്രയാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് പറയുമ്പം 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ. അപ്പം 2x എന്ന് പറഞ്ഞാൽ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ ഡി വൈ ബൈ ഡി എക്സിന് പകരം നമ്മൾ കോസ് സ്ക്വയർ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ലാസ്റ്റ് ടേം y അതുപോലെ തന്നെ നിർത്തി 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ദിസ് ഇംപ്ലൈസ് മൈനസ് 2 കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് 2 ടാൻ തീറ്റ 1 പ്ലസ് ടാൻ സ്ക്വയർ നമുക്ക് 6 സ്ക്വയർ തീറ്റ എടുക്കാം ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് വൈ ഇത് 1 പ്ലസ് 6 ടാൻ സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ തീറ്റയാണ്. 6 അപ്പം അത് 6 സ്ക്വയർ തീറ്റ ഓൾ റേസ് ടു 2 ഈക്വൽ ടു 0 എന്ന് വരും. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 2 കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ 1 ബൈ 6 സ്ക്വയർ ആവും. ഇത് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനെ അല്ലെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ടാന് നമുക്ക് 2 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ 6 സ്ക്വയർ തീറ്റ എന്നുള്ളത് കോസ് റേസ് 6 സ്ക്വയർ തീറ്റ മുകളിലോട്ട് പോകുമ്പോൾ കോസ് റേസ് ടു 4 തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് ഇത് 6 റേസ് ടു 4 ആണ്. അത് കോസ് റേസ് ടു 4 തീറ്റ വൈ ഈക്വൽ ടു 0 എന്ന്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് 2 കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ. ഇവിടെ ഒരു കോസ് വെട്ടിപ്പോകുമ്പോൾ 2 കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ വൈ ഈക്വൽ ടു 0. ഈ ടേമും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം കോസ് റേസ് ടു 4 തീറ്റ ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. ഇത്രയും ടേമാണ് വരുന്നത്. അപ്പം കോസ് റേസ് ടു 4 തീറ്റ ഇൻറ്റു
ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0 വരെ. നമുക്കറിയാം കോസ് തീറ്റ 0 വരുന്ന തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 അല്ലേ. തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 വരുന്നിടത്ത് മാത്രമേ കോസ് തീറ്റ 0 വരുന്നുള്ളൂ. പക്ഷേ ടാൻ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ടാൻ പൈ ബൈ 2 ഡിഫൈൻഡ് അല്ല, ടാൻ പൈ ബൈ 2 ഡിഫൈൻഡ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടാൻ തീറ്റ ഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ 0 അല്ലായിരിക്കണം. അപ്പം ഇത് നോൺ സീറോ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡി സ്ക്വയർ വൈ ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പറ്റും.